ഇന്നലെ അഷിയോടൊപ്പം ഹോട്ടലിലേക്ക് പോയ പൃഥ്വി ഇപ്പോഴാ തിരിച്ചു വരുന്നത്. അപ്പൊ ഇതുവരെ ഇവനെ എവിടെയായിരുന്നിരിക്കും? രാത്രി മുതൽ ഈ സമയം വരെയുള്ള പൃഥ്വിയുടെ പ്രവൃത്തികൾ നമുക്ക് മിസ്സായല്ലോ ദുർഗെ. അതെ, നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. നിനക്കെന്താ പറ്റിയത്? അപ്പച്ചിയോട് പറ. ദുർഗ ഇവിടെ സുഖിക്കുകയാണ് അപ്പച്ചി. എന്റെ കൺമുന്നില് അവളെല്ലാ സന്തോഷത്തോടും കൂടി ജീവിക്കുക. പക്ഷെ എനിക്കാണെങ്കിൽ ഒന്നുമില്ല. എന്റെ ഗിരിജ ഇവളെ എന്തൊക്കെയാ പറയുന്നേ? അതെ, നീയല്ലേ ആ വീട്ടിലെ മരുമകള്, അല്ലാതെ ആ ദുർഗയൊന്നും അല്ലല്ലോ. മരുമകൾ എന്ന പേര് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ എല്ലാ സൗകര്യവും അവക്ക. അവള് പറയുന്ന പോലെയാ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നേ. അത് മാത്രമല്ല, ആ കിരൺ അവളെ താഴത്തെ തലയിലും വെക്കാതെ കൊണ്ട് നടക്കുന്നേ. അവന് എന്തെങ്കിലും കാണിക്കട്ടെ. പൃഥ്വി നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, അതുപോരെ. ഒന്നും അല്ല, പൃഥ്വിക്ക് ഒന്നിനും സമയമില്ല. ഏത് നേരവും തിരക്ക. ആ കിരണിന്റെയും ദുർഗയുടെ ലൈഫ് കണ്ടിട്ട് എനിക്ക് കൊതിയാവുക. മോള് വിഷമിക്കാതെ. കിരണിനെ പോലെയാണോ പൃഥ്വി? അവൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതല്ലേ. അപ്പൊ അതിന്റേതായ തിരക്കുകളും ഉണ്ടാവും. അതുകൊണ്ട് എനിക്കെന്താ? എനിക്ക് വേണ്ടത് കുറെ പണവും സൗകര്യങ്ങളും ഒന്നും അല്ല, സന്തോഷമുള്ളൊരു ജീവിതമാ. മോളെ, നീ ഒന്ന് സമാധാനിക്ക്. വെറുതെ ദേഷ്യത്തിന്റെ പേരിൽ എടുത്തു ചാടി നിന്റെ ജീവിതം നശിപ്പിക്കരുത്. അതെ മോളെ, ഈശ്വരനായിട്ട് തന്ന ഭാഗ്യമാണ് നിന്റെ ഈ ജീവിതം. അത് നശിപ്പിക്കുന്ന രീതിയിൽ മോളൊന്നും ചെയ്യരുത്. ആ കിരണിനും ദുർഗയ്ക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അതുപോലെ അല്ല നീ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഒന്നും മിണ്ടാതെ എല്ലാം സഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നേ? അങ്ങനെയല്ല. തൽക്കാലം മോളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതെ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ശരി, ഞാൻ വെക്കുക. എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ശരി മോളെ, നീ സമാധാനായിട്ടിരിക്കെ. വാ, ഇത് വെച്ച് നോക്കാം. ദുർഗ, പൃഥ്വി വന്നിട്ടുണ്ട്. ഇന്നലെ അഷിയോടൊപ്പം ഹോട്ടലിലേക്ക് പോയ പൃഥ്വി ഇപ്പോഴാ തിരിച്ചു വരുന്നത്. അപ്പൊ ഇതുവരെ ഇവനെ എവിടെയായിരുന്നിരിക്കും? രാത്രി മുതൽ ഈ സമയം വരെയുള്ള പൃഥ്വിയുടെ പ്രവൃത്തികൾ നമുക്ക് മിസ്സായല്ലോ ദുർഗെ. അതെ, നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അഷിതയുടെ കൂടെ പോയ പൃഥ്വി വഴിയിൽ അവളെ തനിച്ചാക്കി പോകുമെന്ന് നമ്മൾ കരുതിയില്ലല്ലോ. അഷിത വന്ന് പറഞ്ഞപ്പോഴെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണമായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അല്ല കിരൺ, നമ്മുടെ ഭാഗത്തെ ഈ ചെറിയ അശ്രദ്ധകൾ കാരണം വലിയ അവസരങ്ങൾ തന്നെ നമുക്ക് നഷ്ടമായേക്കാം. അതുകൊണ്ട് പൃഥ്വിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം.
താനിന്ന് നേരത്തെ എഴുന്നിട്ടോ? എടോ, വീട് ഉറങ്ങിയാലല്ലേ ഉണരൂ. താൻ ഉറങ്ങിയില്ലേ? ദേ പൃഥ്വി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. സോറി അശി, വരാൻ കുറച്ച് വൈകിപ്പോയി. വൈകിപ്പോയെന്നോ? പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയിട്ട് ദേ നേരം വെളുത്തു. അപ്പോഴാ പൃഥ്വി കയറി വരുന്നേ. പൃഥ്വി എന്താ അറ്റ്ലീസ്റ്റ് എന്നെ കുറിച്ച് ഓർക്കാത്തെ? പൃഥ്വി പോയിട്ട് വരുന്നവരെ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അറിയോ? അറിയാ അശി, നീ ഈ ദേഷ്യപ്പെടുന്നത് പോലും എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയി പോയില്ലേ? എന്ത് സിറ്റുവേഷൻ? ഞങ്ങൾ ആരും അറിയാത്ത എന്ത് ടെൻഷനാ പൃഥ്വിക്കുള്ളത്? അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. ഒന്നറിഞ്ഞാൽ മതി, ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ നിനക്ക് വേണ്ടിയാ. നിനക്കൊരു കുറവുമില്ലാതെ രാജകുമാരിയെ പോലെ നോക്കണം, അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ദേ വേണ്ട പൃഥ്വി, എന്നോട് നോണ പറയാൻ നിക്കണ്ട. പൃഥ്വി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ശരിയാണ്, നിന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അത് ബിസിനസിന്റെ ടെൻഷനാണ്. ഇന്നലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ കുറച്ച് കസ്റ്റംസ് ഇഷ്യൂസ് ഉണ്ടായി. അത് സോൾവ് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു. അവസാനം എല്ലാം കഴിഞ്ഞപ്പോ ഈ സമയമായി. എടോ, ഞാൻ ആ ടെൻഷനുകളൊക്കെ നിന്നെ വിളിച്ചു പറഞ്ഞ അത് നിനക്ക് വിഷമമാകും എന്നുള്ള കാര്യം എനിക്കറിയാം. അതാ ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത്. നീ എങ്ങനെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് കരുതി. പൃഥ്വി എവിടെ എന്താന്ന് അറിയാതെ എനിക്ക് എങ്ങനെ സമാധാനം കിട്ടും? അങ്ങനെയാണോ പൃഥ്വി എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? എടോ, സോറി, എല്ലാം എന്റെ തെറ്റാ. താൻ എന്നോട് പിണങ്ങാതെ. ഇനി അതും കൂടി എനിക്ക് സഹിക്കാൻ വയ്യ. ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യ് പ്ലീസ്. തനിക്കറിയാവോ, ഞാൻ ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല.